തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഘമാണ്. നമ്മൾ എല്ലാ വിഷയത്തെയും നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. BJP ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വിരളി പിടിച്ച് ഓടി നടക്കുന്നത്. കാരണം അവർ പറയുന്നത് എന്താ വെച്ചാൽ അയ്യപ്പൻ അവരുടെ തറവാട് സ്വത്താണ് എന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് എല്ലാവരുടെയാണ്. എന്തിനേയും വിമർശിക്കുക, എന്തിനേയും നെഗറ്റീവായി കാണുക എന്നുള്ള പതിവ് രീതിയിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വിദ്യാസമ്പന്നനായിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം അതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു മതിപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാവും. നമസ്കാരം. അയ്യപ്പ സംഗമം നടത്താൻ ഉദ്ദേശിക്കുകയാണ് സർക്കാർ. അപ്പോൾ 3-4 വർഷത്തിന് മുൻപാണെന്ന് തോന്നുന്നു ഈ സർക്കാർ എടുത്ത കുറെ തീരുമാനങ്ങൾ അയ്യപ്പ ഭക്തർക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നതിലൂടെ സർക്കാർ മുഖം രക്ഷിക്കാൻ നോക്കുകയാണോ, അതോ വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ? എങ്ങനെയായിരിക്കും ഇതിൽ സർക്കാർ കാണുന്ന ഒരു സാധ്യത? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വിഷയത്തെയും നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഘമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പ ടെമ്പിൾസ് ഉണ്ട്. മലയാളികളായ ഹിന്ദുക്കൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഒരു അയ്യപ്പ ടെമ്പിൾ ഉണ്ടാവും. ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ വിദേശത്തെ പല രാജ്യങ്ങളിലും അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്നത് വേൾഡ് ലെവലിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ ആരാധിക്കുന്ന ഒരു ദൈവിക സങ്കല്പമാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിനെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ 4 മാസത്തിന് ശേഷം ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുശേഷം 7 മാസം കഴിയുമ്പോഴത്തേക്ക് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അത് സർക്കാർ വോട്ട് പിടിക്കാനായിട്ടുള്ള ഒരു നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? തെറ്റില്ലല്ലോ. പക്ഷേ അതിനകത്ത് വരുന്ന എതിർപ്പുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ BJP ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വിരളി പിടിച്ച് ഓടി നടക്കുന്നത്. കാരണം അവർ പറയുന്നത് എന്താ വെച്ചാൽ അയ്യപ്പൻ അവരുടെ തറവാട് സ്വത്താണ് എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേരവകാശം BJPക്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് BJPക്കാർ നടക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് എല്ലാവരുടെയാണ്. മുഖ്യമന്ത്രി നിരീശ്വരവാദിയാണ്, ഞങ്ങളിൽ 90% വരുന്ന ആളുകളും ദൈവവിശ്വാസികളാണെന്നാണ് BJP പറയുന്നത്. അല്ല, അതിനൊന്നും അർത്ഥമില്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നിരീശ്വരവാദിയാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജവഹർലാൽ നെഹ്റു ആരായിരുന്നു? അങ്ങനെ ഒരു ദൈവഭക്തനൊന്നും ആയിരുന്നില്ല, ഈശ്വരവിശ്വാസി ഒന്നും ആയിരുന്നില്ലല്ലോ. അദ്ദേഹം ഈശ്വരവിശ്വാസികളെയും അംഗീകരിച്ചിരുന്നു, നിരീശ്വരവാദികളെയും അംഗീകരിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു സോഷ്യലിസ്റ്റ് ലിബറൽ നയം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ജവഹർലാൽ നെഹ്റു. എന്ന് പറയുന്ന പോലെ തന്നെ ഈ മുഖ്യമന്ത്രിക്ക് ദൈവവിശ്വാസം ഇല്ല എന്നൊക്കെ പുറമെ കമ്മ്യൂണിസ്റ്റ് താത്വിക അവലോകനത്തിന്റെ സമയത്ത് പറയുമെങ്കിൽ തന്നെയും മുഖ്യമന്ത്രിക്ക് ദൈവവിശ്വാസം ഇല്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് BJP ദൈവവിശ്വാസത്തെ കാണുന്നത് മതത്തെ ഉപയോഗിച്ച് വോട്ട് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. വിശ്വാസികൾക്ക് കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ആദ്യമായിട്ട് വനിതകളെ ശബരിമലയിൽ കയറ്റണമെന്ന് പറഞ്ഞത് ആരാണ്? BJP അനുകൂല സംഘടനകളാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല സംഘടനകളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന K. സുരേന്ദ്രൻ വരെ വനിതകളെ ശബരിമലയിൽ കയറ്റണമെന്നുള്ള ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ വനിതകളെ ശബരിമലയിൽ കയറ്റണമെന്നുള്ള ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു. അതിനുശേഷം കോടതി വിധി വരുന്നു. കോടതി വിധി വരുന്നപ്പോഴും സർക്കാർ അത് ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചു. സർക്കാരിനെ സംബന്ധിച്ചൊരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ കോടതി വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമായിട്ട് മാറും. സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ അത് പ്രശ്നമാകും. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് അതിൽ കുറച്ച് ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ചില നിലപാടുകളുണ്ട്. അത് കർക്കശ നിലപാടുകളാണ്. ഈ കർക്കശ നിലപാടുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് അതൊരു വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട സമയത്ത് ശബരിമലയിൽ വനിതകൾ കയറിയ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വലിയ തെറ്റുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലും പോയി ക്ഷമ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീടുകൾ തോറും കയറിയിറങ്ങി പാടേണ്ടി വരണം CPM എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ എന്താണ്? തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും അത് തിരുത്തപ്പെടുകയും വേണം. അങ്ങനെ തിരുത്താത്ത വരുന്ന സാഹചര്യത്തിലാണ് അത് ഏകാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ CPM-നെ സംബന്ധിച്ചിട്ട് അന്ന് തീർച്ചയായിട്ടും CPM എന്താണ് കാണിച്ചിട്ടുള്ളത്? വീടുകൾ തോറും കയറിയിറങ്ങി തങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്നും ഇത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ശബരിമലയിൽ യുവതികളെ കയറ്റേണ്ടി വന്നെന്നുള്ള കൃത്യമായി പൊതുജനത്തെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ടാണ് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം ഇവർ BJP ഉയർത്തിക്കൊണ്ട് വരുന്നത് ഈ MK സ്റ്റാലിൻ നിരീശ്വരവാദിയാണെന്നാണ് പറയുന്നത്. അയ്യപ്പനെ അധിക്ഷേപിച്ചു MK സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. MK സ്റ്റാലിൻ ഒരിക്കലും അങ്ങനെ അയ്യപ്പനെ അധിക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മകന്റെ ചില പ്രസ്താവനകൾ അത് ഹിന്ദു സമൂഹത്തിന് പൊതുവായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ
രീതിയിലായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ക്ഷമാപണം നടത്തുകയും അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. MK സ്റ്റാലിൻ വരുന്നതോടുകൂടി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അവിടെ വന്ന് പങ്കെടുക്കുന്നുണ്ട്, എന്താ തെറ്റുള്ളത്? ഒരു മുഖ്യ അതിഥിയായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് MK സ്റ്റാലിൻ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഇവരെ ഭയക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അടുത്ത വർഷം ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. ഇലക്ഷൻ വരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ DMKക്ക് അനുകൂലമായിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് മാറുമോ എന്നുള്ളൊരു ഭയപ്പാട് ആർക്കുണ്ട്? BJPക്ക് ഉണ്ട്. BJP വളരെ ശക്തമായ ചില നീക്കങ്ങളൊക്കെയാണ് തമിഴ്നാട് നടത്തിക്കൊണ്ടിരുന്നത്. അവിടുന്ന് CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കുന്നു. തമിഴ്നാട്ടിലെ തമിഴന്മാരുടെ മുഴുവൻ ഒരു സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ വിഫലമാക്കി കളയത്തക്ക രീതിയിലാണ് മുഖ്യമന്ത്രിയല്ല, സംസ്ഥാന സർക്കാരല്ല ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് BJP ഭയക്കുന്നു. അതോടൊപ്പം BJP മാത്രമാണ് ഇവിടെ ഭയക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് അതിലൊന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ അകത്ത് പ്രത്യേകിച്ച് നിലപാട് പറയേണ്ട കാര്യമില്ല. കാരണം ഇത് ആഗോള അയ്യപ്പ സംഗമമാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിട്ട് ഇവിടെ ഒരുപാട് സാധ്യതകൾ വേറെ പാർട്ടികളും മാത്രമായിരിക്കില്ലോ. അയ്യപ്പന്മാരെന്ന് പറയുമ്പോൾ പാർട്ടി നോക്കിയായിരിക്കില്ലല്ലോ വരിക. അല്ല, പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്നത് അയ്യപ്പന്മാരായിട്ട് വരുന്നുണ്ട്, അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഗ്ലോബൽ ഭഗവാനായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഇതിലെ ടൂറിസം സാധ്യതകൾ, സ്പിരിച്വൽ ടൂറിസം, ഈ സ്പിരിച്വൽ ടൂറിസം ഏതൊക്കെ രീതിയിൽ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളും അവിടെ ഉണ്ടാവുകയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അയ്യപ്പന്മാർക്ക് കൂടുതലായിട്ട് ഒരുക്കേണ്ട സൗകര്യങ്ങൾ, ഇതൊക്കെ അവിടെ ചർച്ചാ വിഷയമാവുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് BJPയെ വിരൽ പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് സമരം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ അയ്യപ്പന്മാരുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം പരിപൂർണമായിട്ടും അവിടെ പരിഹരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അവിടെ അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്? നിങ്ങളുടെ ട്രാവലിങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇനിയും കൂടുതൽ റോഡ്, റെയിൽ ഗതാഗതം വേറെ രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ? ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടത്തില്ലേ? ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് അത് അലോസരപ്പെടുത്തുന്നത് ആരെയാണ്? അത് BJPയാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. എന്താണ്, BJP ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, വർഗീയ ലഹള കൊണ്ട് അല്ലെങ്കിൽ അമ്പലം പൊളിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ മതമാണ് അവരുടെ ആയുധം എന്ന് പറയുന്നത്. അവരുടെ ആശയം എന്ന് പറയുന്നത് മതമാണ്, അല്ലെങ്കിൽ വർഗീയതയാണ് അവരുടെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന BJPയെ സംബന്ധിച്ചിട്ട് അവർക്ക് ലഭിക്കുമായിരുന്ന വലിയൊരു അവസരത്തെയാണ് CPM ഇല്ലാതാക്കി കളയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാതാക്കി കളയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം വളരെ വലിയൊരു വിജയമായിരിക്കും. അവിടെ നിരീശ്വരവാദി എന്നോ ഈശ്വരവിശ്വാസി എന്നൊന്നുമില്ല. സ്റ്റാലിൻ പങ്കെടുക്കുന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ്. ഇപ്പൊ സ്റ്റാലിൻ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷേ ഇതേപോലെ നടക്കുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ ആരെ ക്ഷണിക്കാനും ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ അധികാരമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. അത് അവർ ചെയ്യുന്നുള്ളത്. അപ്പൊ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വന്ന് ഇത് പറഞ്ഞു. അത് മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടായിരുന്നില്ല, ദേവസ്വം ബോർഡ് ചെയർമാനെ പറയാൻ പാടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള BJPയുടെ ഇത്രയും വിദ്യാസമ്പന്നനായ ഒരാളുടെ വെറും ബാലിശമായിട്ടുള്ള ഒരു വാദങ്ങൾ മാത്രമാണ്. ദേവസ്വം ബോർഡ് ആയിരുന്നില്ലേ ക്ഷണിക്കേണ്ടിയിരുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തേണ്ടതെങ്കിൽ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് ആഗോള തലത്തിൽ നടത്തുന്ന ഒരു പരിപാടി. ആ പരിപാടിയൊക്കെ സംബന്ധിച്ചിട്ട് ഒരു ആഘോഷ കമ്മിറ്റിയും ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ടാവും. അതിന്റെ ചെയർമാനായിട്ട് എപ്പോഴും വരിക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും. ഇത് ഇന്റർനാഷണൽ പ്രോഗ്രാമാണ്. ഇതൊരു സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു നാഷണൽ പ്രോഗ്രാമോ അല്ല. ഇതൊരു ഇന്റർനാഷണൽ പ്രോഗ്രാമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ പങ്കെടുക്കുന്നതാണ്. അപ്പൊ അതിന് അത്രയും സീരിയസ്നെസ് ഉണ്ട്. അതെ, ശബരിമല എന്ന് പറയുമ്പോൾ ഏത് മതത്തിലുള്ള ആളുകൾക്കും വിശ്വാസപൂർവ്വം വിശ്വാസം എന്നല്ല, അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് വിവിധ രാജ്യങ്ങളിലെ മത നേതാക്കന്മാരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടെന്നേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് പത്രസമ്മേളനം നടത്തേണ്ടത്. അതിനകത്ത് വേറെ ഒരു എതിർവാദവുമായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. BJP ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിനെ വിമർശിച്ച് നാണം കെടാതെ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. എന്തിനേയും വിമർശിക്കുക, എന്തിനേയും നെഗറ്റീവായി കാണുക എന്നുള്ള പതിവ് രീതിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വിദ്യാസമ്പന്നനായിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം അതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു മതിപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്